ബിഗ് ബോസ് വീട്ടിലെ വിവാദ നായികയാണ് ജാസ്മിൻ ജാഫർ. അകത്തും പുറത്തും ഒരുപോലെ വിമർശനങ്ങളും പിന്തുണയും ജാസ്മിനുണ്ട്. മുൻകൂട്ടി തയ്യാറാക്കി വന്ന് ലവ് ട്രാക്ക് കളിക്കുകയാണ് എന്നും മറ്റുള്ളവരോട് പരുക്കനായി പെരുമാറുന്നുവെന്നുമൊക്കെയാണ് ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങൾ. ജാസ്മിൻ്റെ ബിഗ് ബോസ് വീട്ടിലെ പരാമർശനങ്ങളെയും സമീപനങ്ങളെയും തുടർന്ന് താരവുമായി വിവാഹം നിശ്ചയിച്ച യുവാവ് ബന്ധത്തിൽ നിന്നു പിന്മാറിയതടക്കമുള്ള വിവാദങ്ങൾ പുറത്തുണ്ട്. ഇതിനിടെ ഇപ്പോഴിതാ ജാസ്മിനെ കുറിച്ചുള്ള ദിയാസനയുടെ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥിയായിരുന്ന ദിയാസന ജാസ്മിൻ മികച്ച ഗെയിമറാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ജാസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ദിയ പറയുന്നു. ദിയയുടെ വാക്കുകൾ വായിക്കാം. ജാസ്മിൻ ജാഫർ എന്ന മികച്ച ഗെയിമറെ പറ്റിയാണ് ഈ പോസ്റ്റ്. ആദ്യമേ പറയട്ടെ, ജാസ്മിൻ ജാഫർ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്നാണ് എൻ്റെ അഭിപ്രായം. പേഴ്സണലി ജാസ്മിനെ ചെറുതായിട്ടറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഗെയിമിന് പുറത്തുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പ്രശസ്തിയില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. പുറത്ത് ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന അഫ്സലിനെ ജാസ്മിൻ ഉള്ളിൽ പോയതിനു ശേഷം എനിക്കറിയാം. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയത് അഫ്സലിൻ്റെ അവസ്ഥയാണ്. അഫ്സലിൻ്റെ കുടുംബത്തിനും അഫ്സലിനും ഉണ്ടാക്കിയ ഒരു നാണക്കേട് ചെറുതൊന്നുമല്ല. ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഹീലായി വരാൻ അഫ്സലിന് സാധിക്കട്ടെ. നമ്മളാണ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കി ഒരാളെ ഇഷ്ടപ്പെടേണ്ടത്. അഫ്സലിന് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയല്ല ജാസ്മിൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് ആക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ആത്മാർത്ഥതയുള്ള ഒരാളെയാണ് ജീവിതത്തിൽ നമ്മൾ കൂടെ കൂട്ടേണ്ടത്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അഫ്സലിനെ പോലെ ഒരാൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് കരുതി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആശംസിക്കുന്നു. ഇതുവരെ വന്ന സീസണുകളിൽ ഒരേപോലെ ശക്തരായി 2 മത്സരാർത്ഥികൾ ഉണ്ടായിട്ടില്ല. ഇവിടെ സിബിൻ ജാസ്മിൻ വാറാണ് ഇനി നടക്കാൻ പോകുന്നത്.